ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മോഡലൊക്കെ നിങ്ങൾ നോക്കി പോവുക. നാളെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ആദ്യത്തെ പ്രവർത്തനം വന്നിട്ട് എല്ലാ പ്രാവശ്യവും എന്താണ് ഒരു ഖണ്ഡിക അല്ലെങ്കിൽ വർണ്ണനയോ തന്നിട്ടുള്ളൊരു പാരഗ്രാഫ് ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ടാണ് ആദ്യത്തെ പ്രവർത്തനം എപ്പോഴും വരുന്നത്. അപ്പോൾ കൂട്ടുകാർ അങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും എല്ലാ പ്രാവശ്യവും ആദ്യത്തെ ചോദ്യമായി വരാറുള്ളത്. അതിനുശേഷം താരതമ്യക്കുറിപ്പ്, വിശകലനക്കുറിപ്പ്, സംഭാഷണം എഴുതുക, അങ്ങനത്തെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരാറുള്ളത്. അപ്പോൾ നമുക്കിവിടെ പ്രവർത്തനം 1 വിശകലനക്കുറിപ്പ് നോക്കാം. കൂട്ടിലടച്ച ഒരു പക്ഷിയുടെ സങ്കടം നോക്കൂ. വിട്ടയക്കുക കൂട്ടിൽ നിന്ന് തന്നെ ഞാനൊട്ട് വാനിൽ വന്ന് പറന്നു നടക്കട്ടെ. അതായത് ബാലാമണിയമ്മ വിട്ടയക്കുക എന്നതിലാണ് പറയുന്നത്. അതായത് ഒരു പക്ഷിയുടെ സങ്കടമാണ്. വിട്ടയക്കുക കൂട്ടിൽ നിന്ന് തന്നെ ഞാനൊട്ട് വാനിൽ പറന്നു നടക്കട്ടെ, അതായത് ആകാശത്ത് ഞാൻ പറന്നു നടക്കട്ടെ എന്ന് പറയുകയാണ് ഒരു പക്ഷി. ഇവിടെ കവിതാഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, എന്താണ് നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതുപോലെ അതിൻ്റെ സങ്കടം അതെല്ലാം വെച്ചുകൊണ്ടൊരു കുറിപ്പ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. വിശകലന കുറിപ്പ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കൂട്ടിലകപ്പെട്ടൊരു കിളിയുടെ ആത്മരോദനമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. കൂട്ടിലകപ്പെട്ട പക്ഷി സ്വാതന്ത്ര്യത്തിന് മാധുര്യം നുണയാൻ ആഗ്രഹിക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ പുതുലോകം ആവോളം ആസ്വദിച്ചുകൊണ്ട് ആകാശത്ത് ആർത്തുല്ലസിക്കാൻ ആ പക്ഷി ആഗ്രഹിക്കുകയാണ്. ബാലലീലയാണ്. ബാലലീല എന്ന കവിതയിൽ ശൈശവം കഴിഞ്ഞ് ബാല്യത്തിലേക്ക് കടക്കുന്ന കുട്ടികളെയാണ് വിവരിക്കുന്നത്. കൂട്ടുകാരോടൊത്ത് ഉച്ചവെച്ചും ഓടിച്ചാടി കളിക്കുന്ന കാലമാണ് ബാല്യം. അവരാകട്ടെ മഴയിൽ കളിച്ചും കാറ്റത്തും ആർത്തുപിടിച്ചും കളിച്ചും രസിക്കുന്നു. മുതിർന്നവരുടെ വാക്കുകൾ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള കുട്ടികളുടെ സ്വാതന്ത്ര്യമായ ലോകത്തെയാണ് ബാലാമണിയമ്മയുടെ ബാലലീല എന്ന കവിതയിൽ നാം കാണുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത്, അതായത് നമുക്കിപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് തരിക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തൊരു ഭാഗവും അതുപോലെ തന്നെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും തരിക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് എന്താണോ തന്നിട്ടുള്ള പാഠഭാഗം അതിൻ്റെ ആശയവും അതുപോലെ തന്നിരിക്കുന്ന ആ ഭാഗത്തിൻ്റെ ആശയം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം പരീക്ഷ എഴുതാൻ. then അടുത്തത് അഭിപ്രായക്കുറിപ്പാണ്. അഭിപ്രായക്കുറിപ്പ് എന്ന് പറയുന്നത് ഒരു കാര്യം നമ്മളോട് തന്നിട്ട് അതിന് നമ്മുടെ അഭിപ്രായം നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിന് പ്രതികരിക്കാവുന്നതാണ്. അതിന് നമ്മുടെ അഭിപ്രായം എഴുതാനാണ്. അപ്പോൾ ഇവിടെ സമാധാനമായി വിശ്രമിക്കൂ, ഇനിയെങ്കിലും തെറ്റ് ആവർത്തിക്കാതിരിക്കട്ടെ. ഹിരോഷിമ നഗരത്തിൽ യുദ്ധത്തിൽ മരിച്ചവരുടെ സ്മാരകത്തിൻ്റെ കവാടത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതായത് നമുക്കറിയാം അണുബോംബ്, അതായത് ജപ്പാനിലെ ടോക്കിയോ എന്ന ഗ്രാമത്തിൽ വളരെയധികം ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇപ്പോഴും അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും ഭയാനകരമായിട്ടുള്ള ഒരു യുദ്ധത്തിനാണ് നമ്മുടെ ലോകം സാക്ഷിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ നഗരത്തിൽ എന്താണ് അതിൻ്റെ കവാടത്തിൽ എന്താണ് സമാധാനമായി വിശ്രമിക്കൂ, ഇനിയെങ്കിലും തെറ്റ് ആവർത്തിക്കാതിരിക്കട്ടെ. അപ്പോൾ നമുക്കറിയാം യുദ്ധം എന്ന് പറയുന്നത് എല്ലാ കാലത്തും മനുഷ്യരാശിക്ക് എപ്പോഴും നാശമാണ് വരുത്തി വെച്ചിട്ടുള്ളത്. ഒരിക്കലും ഒരു യുദ്ധവും നന്മയുടെ പാതയിലൂടെ അല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടിയിട്ട് എവിടെയും ഒരു യുദ്ധം നടന്നിട്ടില്ല. അപ്പോൾ യുദ്ധം എപ്പോഴും തെറ്റിൽ അല്ലെങ്കിൽ തിന്മയാണ്, അല്ലെങ്കിൽ കൊലപാതകങ്ങളാണ്, ജീവൻ പൊലിയുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്, നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ദെൻ ഇവിടെ എന്താണ് യുദ്ധവും അക്രമവുമാക്കിയ മനുഷ്യ സമാധാനത്തിൻ്റെ നന്മക്കും ഭീഷണിയാണ്. നിങ്ങളുടെ അഭിപ്രായം എഴുതും. അപ്പോൾ നമുക്കറിയാം യുദ്ധവും അക്രമവും ഒക്കെ മനുഷ്യരുടെ സമാധാനം നന്മയ്ക്കും ഭീഷണിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം യുദ്ധം എന്ന് പറയുന്നത് എന്ന കാലം, അതായത് യുദ്ധം വളരെയധികം ഭയാനകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് മനുഷ്യർ സമാധാനമില്ലാതെ വളരെ ഭയപ്പെട്ട് ജീവിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ മനുഷ്യർക്ക് ഏറ്റവും വലുത് സമാധാനമാണ്. അപ്പോൾ അതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അഭിപ്രായക്കുറിപ്പാണ് പറഞ്ഞിട്ടുള്ളത്. മാനവ ചരിത്രത്തിൽ ഏറ്റവും ക്രൂരവും ഭയാനകരവുമായ നരഹത്യ സൃഷ്ടിച്ചുകൊണ്ട് ഹിരോഷിമയും നാഗസാക്കിയും ആദ്യത്തെ അണുബോംബ് അമേരിക്ക വർഷിച്ചതാണ് 2ാം ലോകത്തിൻ്റെ ഏറ്റവും ക്രൂര ചിത്രം. അതിനുശേഷം രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായി. ഓരോ യുദ്ധാന്തരവും മഹാനഷ്ടങ്ങളും ഉണ്ടായി. ഇപ്പോഴും പല രാഷ്ട്രങ്ങളിലും സംഘർഷത്തിന് വെടിവെച്ചുകൾ മുഴങ്ങുന്നുണ്ട്. അത് ലോകത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചേരലിനപ്പുറം ശാന്തിയിലേക്കുള്ള വാതിലുകൾ ഹൃദയപൂർവ്വം തുറന്നു വയ്ക്കാൻ പുതിയ കാലം ഉറപ്പിച്ചു പറയുന്നു. ലോകരാഷ്ട്രങ്ങൾ കേൾക്കാതിരുന്നുകൂടാ.
ചോര കൊണ്ടല്ല സഹവർത്തിക്കുകയും മനുഷ്യത്വവും കൊണ്ടുവേണം പുതിയ ലോകത്തിൻ്റെ നിർമ്മിതി. ചരിത്രത്തിലേക്കുള്ള ദുഃഖങ്ങൾ മാത്രം അവശേഷിപ്പിക്കുന്ന ഈ ചോരക്കളി നിർത്തണം. ആയുധങ്ങളോ സ്ഫോടന വസ്തുക്കളോ കൊണ്ട് ഒരിക്കലും സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അപ്പോൾ ഇവിടെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഉൾപ്പെടുത്തുക, അതായത് യുദ്ധത്തിൻ്റെ ഭയാനകത സൃഷ്ടിക്കുന്ന ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഇനി എന്തൊക്കെ, അതായത് അതിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ നിർദ്ദേശിക്കാം, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരമായി എഴുതാവുന്നതാണ്. ഇതിനടുത്തത് വാഗ്മയ ചിത്രമാണ്. അതായത് ചെയ്യതുടെ പ്രതീകം എന്ന് പറയുന്നൊരു പാഠഭാഗം ഉണ്ടായിരുന്നു. അതിൽ നാം ഗാന്ധിജിയുടെ ചിത്രം പരിചയപ്പെട്ടിട്ടുണ്ട്. വൈക്കം ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു വാഗ്മയ ചിത്രം എഴുതുക എന്നതാണ്. അപ്പോൾ എന്താണ്, വെളുത്ത വസ്ത്രം ധരിച്ച് തലയിൽ തൊപ്പി ധരിച്ച് പോക്കറ്റിൽ ഒരു റോസാപ്പൂവുമായി എപ്പോഴും ചുഞ്ചിരിക്കുന്ന മുഖവുമായി സൗമ്യമായി പെരുമാറുന്ന ജവഹർലാൽ നെഹ്റു കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുന്ന സ്വന്തം ചാച്ചാജി. അപ്പോൾ വാഗ്മയ ചിത്രം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് വരയ്ക്കുന്ന ചിത്രമാണ് വാഗ്മയ ചിത്രം. അപ്പോൾ നമ്മുടെ പാഠഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് പാഠഭാഗങ്ങൾ, അതായത് നമ്മൾ വാക്കുകൾ കൊണ്ട് നമ്മൾ ആ വരികളിലൂടെ സഞ്ചരിച്ചാൽ നമുക്കൊരു ചിത്രം നമ്മുടെ മനസ്സിൽ പതിയും. അതിനെയാണ് നമ്മൾ വാഗ്മയ ചിത്രം, വാക്കുകൾ കൊണ്ട് പറയുന്ന ചിത്രം. അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് എഴുതാൻ കഴിയണം. ഇതിന് അടുത്തത് ഉപന്യാസമാണ്. ഇന്നത്തെ തലമുറയുടെ കുട്ടികളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ദൃശ്യമാധ്യമങ്ങൾ. കുട്ടികളും ദൃശ്യമാധ്യമങ്ങളും എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. അതായത് ഉപന്യാസമാണ്. അതായത് നമുക്കറിയാം ഇന്ന് ഒരു കുട്ടി ജനിച്ച് വീഴുന്നത് മുതൽ തന്നെ ദൃശ്യമാധ്യമങ്ങളുടെ ലോകത്തിലോട്ടാണ് വരുന്നത്. ഒരുപാട് നല്ലതും ചീത്തതുമൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുമൊക്കെ നിങ്ങളുടെ പ്രാധാന്യവും അതിനൊക്കെ ദൃശ്യമാധ്യമങ്ങൾ എത്രത്തോളം ഒരാളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് ആ വിഷയത്തെക്കുറിച്ചിട്ടൊക്കെ ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കുട്ടികളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന ഘടകമാണ് ദൃശ്യമാധ്യമങ്ങളെ കാണണം. മിക്ക കുട്ടികളിലും ടെലിവിഷൻ കാണാനും വെബിൽ സോഷ്യലൈസ് ചെയ്യാനും വീഡിയോ ഗെയിമുകൾ കളിക്കാനും സമയം കണ്ടെത്തും. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങി കുട്ടികൾക്കിടയിൽ ചെലുത്തുന്ന സ്വാധീനം വലുതാണ്. ദൃശ്യമാധ്യമങ്ങൾ കുട്ടികളുടെ പഠനത്തിനും അവരുടെ സംസ്കാരത്തെ വളർത്തുന്നതിനും ഏറെ സ്വാധീനം ചെലുത്തുന്നു. ഈ മാധ്യമങ്ങളെ ഗുണകരമായും ദോഷകരമായും ബാധിക്കുന്നുണ്ട്. കുട്ടികളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും അറിവിൽ നൂതന മുഖങ്ങൾ നൽകാനും മനോഭാവങ്ങളെ മറിക്കാനും സഹായിക്കുന്നു. പെരുമാറ്റ മര്യാദകളും പഠിക്കാനും പ്രയോഗിക്കാനും ദൃശ്യമാധ്യമങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട്. കുട്ടികൾക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നിനുമൊന്നും താല്പര്യം കാണുന്നില്ല. വീഡിയോ ഗെയിമുകളും സോഷ്യൽ മീഡിയകളുമാണ് അവരുടെ ഇഷ്ട ഉറവിടങ്ങൾ. നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങളെ പലപ്പോഴും ചീത്ത രീതിയിൽ ഉപയോഗിക്കുന്നു. കുട്ടികളുടെ സ്വഭാവ പെരുമാറ്റങ്ങളിൽ വലിയൊരു പങ്ക് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളും നൽകുന്നുണ്ട്. നല്ല രീതിയിൽ പ്രയോജനത്തോടെ ഉപയോഗിക്കാനും അറിവുകൾ വളർത്താനുമുള്ളതാവട്ടെ സോഷ്യൽ മീഡിയകളും ദൃശ്യമാധ്യമങ്ങളും എന്ന് നമുക്ക് പ്രത്യാക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം. അടുത്ത പ്രവർത്തനം 5 പ്രതികരണ കുറിപ്പ്. ഒരു ചെടിയും നട്ടു വളർത്തി ഈ ലോണപ്പൂവെങ്ങനെ നുള്ളാൻ. ഒരു വയലും പൂട്ടി വിതച്ച് ഈ ലോണ ചോറെങ്ങനെയുണ്ണാൻ. കവി നമ്മുടെ നാടിൻ്റെ അവസ്ഥയെ ഇങ്ങനെയാണ് വരച്ച് കാണിക്കുന്നത്. നിങ്ങളുടെ യോജിപ്പ് എഴുതുക. പ്രതികരണ കുറിപ്പ്, അതായത് നിങ്ങൾ പ്രതികരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ഓണം എന്ന് പറയുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ അന്യനാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. കവി NV കൃഷ്ണവാര്യർ പറയുന്നത് പോലെ നമ്മളൊരു ചെടി നട്ടു വളർത്തുന്നില്ല, പിന്നെ എങ്ങനെയാണ് പൂന്നുള്ളുക? ഒരു വയലും നമ്മളുടെ കൂട്ടിയൊരുക്കുന്നില്ല. ഓണച്ചോറിനായി നമ്മൾ പഴവും തുണിയും മാത്രമല്ല കളിപ്പാട്ടങ്ങളും നമുക്കായി അന്യനാട്ടിൽ നിന്നെത്തും. മുറ്റവും ആഹ്ലാദം നഷ്ടപ്പെടുത്തി 7ാം മാളികയിൽ മുകളിൽ ഫ്ലാറ്റോളം കൊള്ളുകയാണ് നമ്മൾ. നഗരവൽക്കരണത്തിൻ്റെ ഫലമായി നമുക്ക് കൃഷിയും ഗ്രാമങ്ങളും മാത്രമല്ല നന്മയുടെ മനസ്സും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നമുക്ക് ഗ്രാമങ്ങളെ സ്വപ്നം കാണാം, നന്മകളെ തിരിച്ചു കൊണ്ടുവരാം. വിൽക്കാതെ നമുക്ക് ഉണ്ണാൻ വേണ്ടി അധ്വാനത്തിൻ്റെ മഹത്വം തിരിച്ചറിയാം. മലയാള മണ്ണിൽ പൊന്നു വിളയിക്കാം. കാർഷിക സംസ്കാരത്തിൻ്റെ ഉത്തമമായ ഓണത്തിൻ്റെ ഗ്രാമീണ ചൈതന്യം വീണ്ടെടുക്കാനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഞാൻ അടുത്തത് പറയുന്നതാണ് ജീവചരിത്ര കുറിപ്പാണ്. താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങൾ ചേർത്ത് വെച്ച് ജീവചരിത്ര കുറിപ്പ് എഴുതുക. അതായത് ചങ്ങമ്പുഴയുടെ വായിച്ചാണ്. അത് നിങ്ങൾക്ക് ജീവചരിത്ര കുറിപ്പൊക്കെ നിങ്ങൾക്ക് പദസൂര്യൻ എന്ന രീതിയിൽ അയാളുടെ ചിത്രമോ അല്ലെങ്കിൽ പേരെഴുതിയിട്ട് ജനനം, മരണം, അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ, വിദ്യാഭ്യാസം മേഖലകൾ, പ്രസിദ്ധൻ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ മോഡലുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ അങ്ങനെ ലൈറ്റ് നമുക്ക് തന്നിട്ടുണ്ടാകും. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് ജീവചരിത്ര കുറിപ്പൊക്കെ എഴുതാൻ ചോദിക്കുന്നതാണ്. നാട്ടിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം, പ്രിയ സുഹൃത്തായിരുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണം, രമണൻ എന്ന വിലാപകാവ്യം, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്
പഠിച്ച് ഓണേഴ്സ് ബിരുദം മംഗളോദയ മാസികയുടെ പത്രാധിപൻ, ഭാര്യ ശ്രീദേവിയമ്മ, കാവ്യനർത്തകി അടക്കം 48 കവിതാ ഗ്രന്ഥങ്ങൾ, 13 ഗദ്യകാവ്യങ്ങൾ, ദേവഗതി, മനസ്വിനി, വാഴക്കുഴ, മലയാളത്തിലെ പ്രശസ്ത കവി ലളിതസുന്ദരഭാഷാൻ. 1911 ഒക്ടോബർ 10 ഇടപ്പള്ളിയിൽ ജനിച്ചു. 1948 ജൂൺ 17 അന്തരിച്ചു. 36 വയസ്സായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്കതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ചങ്ങമ്പുഴ മലയാളത്തിലെ നവോത്ഥാന കവിയാണ് ചങ്ങമ്പുഴ. 48 കവിതാ ഗ്രന്ഥങ്ങളും 13 ഗദ്യകൃതികളും അദ്ദേഹം രചിച്ചു. ലളിതസുന്ദരമായ ഭാഷയിൽ കവിത രചിക്കാൻ ചങ്ങമ്പുഴക്ക് കഴിഞ്ഞിരുന്നു. 1911 ഒക്ടോബർ 10 ഇടപ്പള്ളിയിൽ ജനിച്ചു. പ്രിയ സുഹൃത്തായിരുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണം കവിയെ ദുഃഖത്തിലാഴ്ത്തി. അങ്ങനെയാണ് രമണൻ എന്ന വിലാപകാവ്യം എഴുതിയത്. നാട്ടിലെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരത്ത് ആർട്സ് കോളേജിൽ നിന്ന് ഓണേഴ്സ് ബിരുദം നേടി. കുറച്ചുകാലം യുദ്ധസേവനത്തിന് പോയി. പിന്നെ മംഗളോദയ മാസികയുടെ പത്രാധിപൻ, ദേവഗതി, മനസ്വിനി, വാഴക്കുഴ, കാവ്യനർത്തകി അടക്കം പ്രശസ്ത കൃതികൾ. ചങ്ങമ്പുഴ ശ്രീദേവിയമ്മയെ വിവാഹം കഴിച്ചു. 1948 ജൂൺ 17 അന്തരിച്ചു. മരിക്കുമ്പോൾ 36 വയസ്സായിരുന്നു. അപ്പോൾ നിങ്ങൾ ജീവചരിത്രം എഴുതുമ്പോൾ മരണവും, അതായത് ജനനം ആദ്യം എഴുതുക, മരണം ലാസ്റ്റ് എഴുതുക. മരണത്തിന് ശേഷം ഒന്നും എഴുതാണ്ടിരിക്കുക, മരണം ഇടയിൽ എഴുതാണ്ടിരിക്കുക. അതൊക്കെയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം അതിൻ്റെ ഇടയിൽ നിങ്ങൾ പ്രസിദ്ധമായിട്ടുള്ള കൃതികൾ, അതുപോലെ തന്നെ ഭാര്യയുടെ പേരുണ്ടെങ്കിൽ അത്, വിദ്യാഭ്യാസ മേഖലകൾ പ്രസിദ്ധനായിട്ടുള്ളത്, അതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നാളെ എക്സാമിന് പോകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. അതായത് ഇതേ ക്വസ്റ്റ്യൻസ് എല്ലാം വരിക. അതായത് ഇതിൻ്റെയൊക്കെ മോഡൽ മനസ്സിലാക്കി വെക്കുക. അതായത് ജീവചരിത്രക്കുറിപ്പ്, അതുപോലെ തന്നെ ഉപന്യാസം, അങ്ങനെയുള്ളത് ഉപന്യാസം, അതുപോലെ തന്നെ വിശകലനക്കുറിപ്പ്, പ്രതികരണക്കുറിപ്പ്, അഭിപ്രായക്കുറിപ്പ്, ഇതെല്ലാം നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് എളുപ്പം ഉത്തരം എഴുതാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.